സർവ്വ ആരോഗ്യ പ്രാപ്തിനസ്തു. ഈ മാല എടുത്ത് അച്ഛന്റെ സമാധി പോയി നന്നായി പ്രാർത്ഥിച്ച് നമസ്കരിക്കൂ. ആയുരാരോഗ്യ പ്രാപ്തിനസ്തു. ഈ മാല എടുത്ത് അച്ഛന്റെ സമാധിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചോളൂ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ആ വീട് ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. അതെന്റെ കുടുംബസ്വത്ത്. അത് ഞാൻ തന്നെ സ്വന്തമാക്കും. കോടതി വിധി വരട്ടടാ. നിന്നെ ഇവിടെ തന്നെ ഞാൻ കുഴിച്ചു മൂടും. അത് തന്നെയാടാ ഞാനും പറയുന്നത്. ആരാരെ കുഴിച്ചു മൂടുമെന്ന് നമുക്ക് കാണാം. എന്താ ഇത്? രണ്ടുപേരും ഒരേ കുഴിമാടത്തിൽ മാല ചാർത്തുന്നേ? അതോ, അവര് രണ്ടുപേരും ഒരേ അച്ഛന്റെ മക്കളാ. യഥാർത്ഥ മകൻ രാജേന്ദ്രനും സൂര്യവേലക്കാരിയിൽ ഉണ്ടായതുവാ. അവനെ തന്തയുടെ കാനലായിട്ട് ജനിച്ചവനാ. ഈ നാട്ടിൽ അവൻ ചെയ്തു കൂട്ടാത്ത തെമ്മാടിത്തരങ്ങളില്ല. മദ്യപാനവും വ്യഭിചാരവും അവന്റെ തൊഴിൽ. അത് ചോദിക്കാൻ ചെന്ന സ്വന്തം തന്തയെ തന്നെ. കോർട്ട് നോട്ടീസ്. നിങ്ങളുടെ സ്വത്തിൽ നിന്ന് എനിക്ക് അവകാശം വേണമെന്ന് പറഞ്ഞ് ഞാൻ അയച്ച കോർട്ട് നോട്ടീസ്. ഞാൻ ഏത് ജന്മത്തെ ചെയ്ത പാപത്തിന്റെ ഫലവാടാ നീ എനിക്ക് മകനായിട്ട് ജനിച്ചത്. മതി, ഒരു താലി പോലും കെട്ടാതെ എന്റെ ഭാര്യയായിട്ട് ജീവിച്ചവളാ നിന്റെ അമ്മ. അവള് മരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം എന്നോട് പറഞ്ഞുള്ളൂ, നിന്നെ എന്റെ മകനായി അംഗീകരിക്കണമെന്ന്. അതുകൊണ്ടാ ഇത്രയും നാള് നീ ചെയ്തു കൂട്ടിയതല്ല ഞാൻ സഹിച്ചത്. നീ ചോദിച്ചപ്പോഴെല്ലാം ലക്ഷങ്ങൾ ഞാൻ തന്നിട്ടില്ലേ? നിന്റെ കടക്കാർ പണം ചോദിച്ച് എന്റെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അപമാന ഭയം കാരണം ആ കടകളെല്ലാം ഞാൻ വീഴ്ത്തിയിട്ടില്ലേ? നീ ഒന്ന് ഓർത്തു നോക്ക്. നാട്ടിൽ എനിക്കുള്ള പേരും പ്രശസ്തിയുമല്ല നീ ഒരുത്തം കാരണം എനിക്ക് നഷ്ടപ്പെട്ടില്ലടാ. എന്നിട്ട് നീ ഇപ്പൊ അവകാശം ചോദിക്കുന്നു എന്നോട്. ഇതെന്റെ പരമ്പര സ്വത്താ. ഇത് ചോദിക്കാൻ എന്ത് അവകാശം നിനക്കുള്ളത്? ഒരു പൈസ പോലും നിനക്ക് കിട്ടില്ല. നീയുമായി ഒരു ബന്ധമില്ലടാ എനിക്ക്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അന്ന് തുടങ്ങിയതാ ചേട്ടനും വനിയനും തമ്മിലുള്ള ഈ പക. ഒരു ദിവസം ഇത് ആളി കത്തും.